എല്ലാവർക്കും ചക്ക ഉടച്ചതും മീൻകറിയാണ് സ്പെഷ്യൽ. എനിക്കാണെങ്കിൽ ചക്ക ഉടക്കാനായിട്ടുള്ള ചക്ക കിട്ടിയിട്ടില്ല. പിന്നെ ഉള്ളത് ആകെപ്പാടെ ഒരു കപ്പയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ കപ്പ ഉടക്കാം, പിന്നെ മീൻകറിയും കൂട്ടിച്ചിട്ട് ചമ്മന്തിയൊക്കെ വെച്ചിട്ട് തട്ടിയാൽ എങ്ങനെ ഉണ്ടാവും. കപ്പയുടെ തൊല്ലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി മുറിച്ച് നന്നായി കഴുകിയിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കാം. ഇത് വേവിക്കുന്ന സമയത്തെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ആ കുക്കറിലോട്ട് ഇട്ടിട്ടേ 2 വിസിൽ കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ വെന്തം കിട്ടും കേട്ടോ. ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ല. ഈ കപ്പിടല്ലോ നന്നായിട്ട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു വരുന്ന സമയത്താട്ടോ ഞാൻ ഇതിൻ്റെ വെള്ളമൊക്കെ അങ്ങോട്ട് ഊറ്റി കളഞ്ഞിരിക്കുന്നത്. ഇനി മിക്സിയുടെ ജാറിലോട്ടെ കുറച്ച് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഒതുക്കി മാറ്റി വെച്ച് കൊടുക്കുക. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ കടുക് ഉണക്കമുളക് കറിവേപ്പിലിട്ട് അങ്ങോട്ട് പൊട്ടിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ആ ഒരു കപ്പയില്ലേ വേവിച്ചത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഈ കപ്പയൊക്കെ നല്ലോണം അങ്ങോട്ട് ഉടച്ചെടുക്കണം കേട്ടോ. നമ്മളുടെ ഈ ഒരു കടുകും തേങ്ങയൊക്കെ ഈ കപ്പയുടെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വരണം, അതേപോലെ വന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മളുടെ കപ്പ ഉടച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് മീൻകറി ഇവിടെ ശരിക്കും മീൻകറി ഉണ്ടാക്കിയിട്ട് വേണട്ടാ കപ്പ ഉടക്കാനായിട്ട്. അല്ലെങ്കിൽ മീൻകറിയൊക്കെ ഉണ്ടായി വരുമ്പോഴേക്കും കപ്പയൊക്കെ തീർന്നു വെച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു ഇത്തിരി ഉള്ളി ചമ്മന്തിയൊക്കെ ഇന്ന സൈഡിൽ വെച്ചിട്ട് ആ ഒരു മീൻകറിയും കപ്പയും ചമ്മന്തിയും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് തട്ടിക്കോ. ഇനി ഈ മീൻകറിക്ക് പകരമായിട്ടേ ബീഫ് കറിയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. വേണ്ട അല്ലേ, വെറുതെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്തൊക്കെ ആലോചിച്ച് കൊതി മൂക്കണത്. ഇപ്പോൾ തൽക്കാലം ഇത് അങ്ങോട്ട് മീനിൽ പോട്ടെ അല്ലേ.